ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ റിയൽ നമ്പേഴ്സിൽ തന്നെ ചുവടെ പറയുന്ന ഓരോ സംഖ്യ ശരിയാകുന്ന എക്സ് സംഖ്യ കണക്കാക്കുക. ഫൈൻഡ് ദോസ് എക്സ് സാറ്റിസ്ഫൈയിങ് ഈച്ച് ഓഫ് ദ ഇക്വേഷൻ ബിലോ. ക്വസ്റ്റ്യൻസ് ഇതാ എ ബി സി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 3, എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3, എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 3. അപ്പോൾ മിസ്സിൻ്റെ മക്കളോട് ആദ്യം ഓർക്കേണ്ടത് നമ്മൾ എന്താണ് ഡിസ്റ്റൻസ്, അതായത് അകലാണ് അല്ലേ. എക്സിൽ നിന്ന് 1ലേക്കുള്ള ദൂരവും എക്സിൽ നിന്ന് 3ലേക്കുള്ള ദൂരവും എന്താണ്, തുല്യമാണ് എന്നാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് നമ്പറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംഖ്യകൾ ഇട്ട് കഴിഞ്ഞാൽ എക്സ് എന്നുള്ള എക്സും വൈ ആണല്ലോ ഇവിടെ വരിക. അതായത് എക്സിൽ നിന്ന് 1ലേക്കുള്ള ദൂരവും എക്സിൽ നിന്ന് 3ലേക്കുള്ള ദൂരവും എന്താണ്, തുല്യമാണെന്ന് പറഞ്ഞാൽ ഈ 1ൻ്റെയും 3ൻ്റെയും ഇടയിലാണ് എന്ത് വരിക, എക്സ് വരിക. അപ്പം അവിടെ എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, മധ്യബിന്ദു, എന്താണ്, മിഡ് പോയിൻ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യാണ്ട് ഈ 1ൻ്റെയും 3ൻ്റെയും മിഡ് പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മളിവിടെ ചെയ്യുക കേട്ടോ. എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 3 അല്ലേ. അതായത് എക്സിൽ നിന്ന് 1ലേക്കുള്ള ദൂരവും എക്സിൽ നിന്ന് 3ലേക്കുള്ള ദൂരവും ഈക്വലാണ്, തുല്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 1ൻ്റെയും എന്താണ് 1ൻ്റെയും പിന്നെന്താണ് 3ൻ്റെയും മധ്യബിന്ദു കാണുക, മിഡ് പോയിൻ്റ്. അപ്പോൾ എന്താണ് മിഡ് പോയിൻ്റ് കാണാൻ എന്താണ്, എക്സ് പ്ലസ് വൈ ബൈ 2 ആണല്ലോ. അപ്പോൾ എന്താണ് 1 പ്ലസ് 3 ബൈ 2. അപ്പോൾ എന്ത് വരും, 1ഉം 3ഉം കൂട്ടിയാൽ 4/2 സമം എന്താണ്, 2 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ് മൈനസ് 1 സമം എന്താണ്, എക്സ് പ്ലസ് 3. എക്സ് പ്ലസ് 3 ആണ് അല്ലേ. ഇവിടെ നോക്കി എക്സ് മൈനസ് 1 സമം എക്സ് പ്ലസ് 3. അപ്പോൾ ഇവിടെ മോഡിൻ്റെ ഉള്ളിൽ പ്ലസ് ആണ് വന്നത്. നമ്മൾ സമവാക്യത്തിൽ എന്താണ്, മൈനസ് ആണ് അല്ലേ. അപ്പോൾ പ്ലസ് വന്നു കഴിഞ്ഞാൽ മിസ്സിൻ്റെ മക്കൾ ഒന്നും കൺഫ്യൂഷൻ ആവണ്ട. അതായത് ഇവിടെ എന്താണ്, ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ എന്നാണല്ലോ. അവിടെ എന്തുകൊണ്ടാണ് പ്ലസ് വന്നത്, ഈ വൈൻ്റെ വാല്യൂ മൈനസായി വന്നു. എക്സും അതുപോലെ വൈൻ്റെ വാല്യൂ മൈനസായി വന്നു. അപ്പോൾ ഈ വൈൻ്റെ മൈനസും ഈ ശരിക്കുള്ള നോർമൽ മൈനസ്, രണ്ട് മൈനസും കൂടെ എന്തായി, പ്ലസ് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, പ്ലസ് എന്ന് വന്നത്. അപ്പോൾ ഈ ശരിക്കും ഈ 3 എന്താണ്, -3 ആണ്. അപ്പം നമ്മൾ വാല്യൂ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, മിഡ് പോയിൻ്റ് ഓഫ് 1 ആൻഡ് -3യുടെയാണ് കണ്ടത്. 1ൻ്റെയും 3ൻ്റെയും മധ്യബിന്ദുവാണ് കാണേണ്ടത്. അപ്പോൾ 1 പ്ലസ് -3 കേട്ടോ, ശ്രദ്ധിക്കണേ. 1 പ്ലസ് -3/2. ഇവിടെ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് എന്ത് ചെയ്യുക, 3ൽ നിന്ന് 2 കുറച്ചാൽ 2 ആണ്. 3ൽ നിന്ന് 1 കുറച്ചാൽ 2 ആണ്. ഇനി മൈനസാണ്, -2/2 എന്ന് പറഞ്ഞാൽ എത്രയാ, -1. അപ്പോൾ നിങ്ങളൊന്നും ടെൻഷൻ ആവണ്ട. ഇതിൻ്റെ ഉള്ളിൽ പ്ലസ് വന്നാൽ ഈ നമ്പർ എന്തായിട്ട് എടുക്കുക, മൈനസ് നമ്പറായിട്ട് എടുക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ അതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, മോഡ് ഓഫ് എന്തായിരുന്നു, എക്സ് പ്ലസ് 1 ഈക്വൽ ടു എക്സ് മൈനസ് 3 അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, 1 വന്നതുകൊണ്ട് എന്ത് ചെയ്യുക, -1ൻ്റെയും അതുപോലെ എന്താണ് 3ൻ്റെയും മിഡ് പോയിൻ്റ് കാണുക. അപ്പോൾ -1 + 3 അല്ലേ /2. എന്താണ് ഇവിടെ പോസിറ്റീവ് വലിയ നമ്പർ 3 ആണ് അല്ലേ. അപ്പോൾ 3ൽ നിന്ന് 1 കുറച്ചാൽ 2 ആണ്. 3 ഇതെന്താണ് പോസിറ്റീവ് നമ്പറായ കാരണം 2 +2/2 എന്ത് വരും, ആൻസർ 1. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവുകയേ വേണ്ട. പ്ലസ് വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് എടുക്കുക, മൈനസ് നമ്പറായിട്ട് എടുക്കുക, അത്രമാത്രം.